നമ്മൾ ഈ പൊങ്കാലയ്ക്ക് വരുമ്പോഴേ ആളുകളിങ്ങനെ നമ്മുടെ ഹൈന്ദവ സഹോദരിമാരെ അവർ കൂട്ടമായിട്ട് നഗരത്തിലേക്ക് ഇങ്ങനെ വരുന്നതാണല്ലോ. അപ്പോൾ നഗരത്തിലേക്ക് വരുമ്പോൾ ഒരേ ടൈമിൽ ഒരുപാട് ആളുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പ്രയാസങ്ങളില്ലാതിരിക്കണമെങ്കിൽ എല്ലാവരും അവരോട് സഹകരിക്കുന്നൊരവസ്ഥ ഉണ്ടാവണം. ആ നിലക്കാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ പൊങ്കാലയ്ക്ക് സഹോദരിമാർ വരുമ്പോൾ ഈ മസ്ജിദുകളിലും അതുപോലെ തന്നെ വീടുകളിലുമൊക്കെ അവർക്ക് വിശ്രമിക്കാൻ, മസ്ജിദുകളിൽ എന്ന് പറഞ്ഞാൽ മസ്ജിദുകളുടെ കമ്മ്യൂണിറ്റി ഹാളുകളിലൊക്കെ വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. വീടുകളിലും ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ആളുകളുടെ വീടുകളിൽ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാൻ കാലമാണ്. അപ്പോൾ റമദാൻ കാലത്തിൽ റമദാനിലൊരു പ്രത്യേകമായിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ചല്ല ഇസ്ലാം മത വിശ്വാസികൾ പകൽ അവർക്ക് നോമ്പാണ്, ഭക്ഷണമില്ല, വെള്ളമില്ല, ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പൊങ്കാലയും അതുപോലെ ഈ റമദാനും ഒരുമിച്ച് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും പൊങ്കാലയ്ക്ക് വരുന്ന സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ പൊങ്കാല വിഷയം ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ റമദാൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് സഹാനുഭൂതിയും കാരുണ്യവും പരസ്പര സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ ശക്തിപ്പെടുത്തേണ്ടുന്ന കാലമാണ്. എന്ന് പറഞ്ഞാൽ സഹോദര സമുദായങ്ങൾക്ക് കൂടി അതൊക്കെ അനുഭവിക്കാനുള്ള ഒരവസരവും ഒരു സാഹചര്യവും ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് റമദാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളൊരു നല്ലൊരു അവസരം കൂടിയാണ് ഏത് ഈ പൊങ്കാലയ്ക്ക് നമ്മുടെ സഹോദര സമുദായത്തിലെ സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും, നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്താണ് അവർ വരുന്നതെങ്കിൽ അവർക്ക് നോമ്പ് തുറ വിഭവങ്ങളുമൊക്കെ, കാരണം ഇവിടെ പാളയംപള്ളിയിലോ എന്നൊക്കെ പറഞ്ഞാൽ വെജിറ്റേറിയൻ കഞ്ഞിയും കാര്യമൊക്കെയാണ്. അപ്പോൾ അവർക്കത് ആഹരിക്കാവുന്നേ ഉള്ളൂ ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ നൽകുക എന്നൊക്കെയാണ് നമ്മൾ ആ പ്രസംഗത്തിൽ പറഞ്ഞത്. എന്ന് മാത്രമല്ല, സമൂഹം ഒരു ധ്രുവീകരിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ചില ഒറ്റപ്പെട്ട ശ്രമങ്ങളെങ്കിലും പല കോണുകളിൽ നിന്നുണ്ടാവുന്നൊരു കാലമാണ്. ഈ കാലഘട്ടത്തിൽ സമൂഹം വിഭജിച്ചു പോകാൻ പാടില്ല, ധ്രുവീകരിക്കപ്പെട്ട് പോകാൻ പാടില്ല, ഒരുമിച്ച് നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം. അതിനുള്ള മെസ്സേജുകൾ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും, അത് പൊങ്കാല സന്ദർഭത്തിലാണെങ്കിലും മറ്റുള്ള ആഘോഷ സന്ദർഭങ്ങളിലാണെങ്കിലും അവിടെയെല്ലാം നമ്മൾ പറയുന്നത് ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്ന സന്ദേശമാണ്, ഒന്നിപ്പിൻ്റെ സന്ദേശമാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിത് റമദാനിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. റമദാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ അവതീർണമായിട്ടുള്ള മാസം, ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ മാനവികതയെ ശക്തിപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് സന്മാർഗമായി ഖുർആൻ ഇറക്കിയ മാസമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. ജനങ്ങളുടെ വെളിച്ചമായി ഖുർആൻ ഇറങ്ങിയ മാസം, അത് മാനവികതയുടെ വെളിച്ചമായിട്ടുള്ള ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം പറയുന്നത് എന്താ? ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ മനുഷ്യനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാൻ, മനുഷ്യരെ നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ്. ഇത് വല്ലാത്തൊരു മാനവികതയുടെ സംസാരമാണ്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളുമാക്കി മാറ്റിയത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളെ സൃഷ്ടിച്ചത് ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ്. മനുഷ്യരെല്ലാവരും ഒന്നാണ്, എല്ലാവരും ആദാമിൻ്റെയും ഹവ്വയുടെയും സന്തതികളാണ് എന്ന് പറയുന്ന വലിയൊരു മാനവികതയുടെ സന്ദേശം, അതാണ് ഖുർആൻ. ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഏത് മാസം? റമദാൻ മാസം, അതല്ലെങ്കിൽ അതിന് പ്രാരംഭം കുറിക്കപ്പെട്ട മാസം. അവിടെ മാനവികത ശക്തിപ്പെടുത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും, അതിനുള്ള എല്ലാ അവസരങ്ങളും നമ്മൾ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ